ഡൽഹിയിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നായ ചാന്ദ്നി ചൗക്ക് മാർക്കറ്റാണ് അക്രമികൾ ലക്ഷ്യമിട്ടതെന്നാണ് സൂചന. അതിനിടെ പൊട്ടിത്തെറിച്ച കാറിന്റെ ഉടമ താരിഖ് കസ്റ്റഡിയിലായെന്നും വിവരമുണ്ട്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉന്നതതല യോഗം 11 മണിക്ക് ചേരും. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് പി ബസന്ത് നമുക്കിപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇപ്പോൾ ബസന്ത് നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഇന്നലെ ഈ അപകടമുണ്ടായത്. ആ സമയത്ത് നിരവധി മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും സുരക്ഷയുള്ള ഒരു മേഖലയാണത്. അവിടേക്ക് എങ്ങനെ ഈ കാർ ഇത്രയധികം സ്ഫോടക വസ്തുക്കളുമായി എത്തി എന്നറിയേണ്ടത് ഉണ്ട്. എന്തൊക്കെയാണ് ആ സ്ഫോടക വസ്തുക്കൾ എന്ന് അറിയേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ ആരൊക്കെയാണ്, ഏതൊക്കെ ഭീകര സംഘടനകളാണെന്ന് സംശയമുണ്ട്. അങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഈ നിമിഷം അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഡൽഹി പോലീസിന്റെ NIA-യുടെ ഇതുവരെയുള്ള നിഗമനങ്ങൾ എന്താണ് ബസന്ത? അറിയപ്പോൾ ഈ സംഭവം, ഈ ബോംബ് സ്ഫോടനം അന്വേഷിക്കുന്നത് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും ക്രൈംബ്രാഞ്ചുമാണ്. ഇവർക്കാണ് ഇന്നലെ വൈകിട്ട് അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത്. NIA-യുടെ സംഘം ഇവിടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. NIA-ക്ക് ഔദ്യോഗികമായിട്ട് ഇത് അന്വേഷണം കൈമാറിയിട്ടില്ല. ഇതൊരു ഭീകരാക്രമണമാണ് എന്നുള്ള പൂർണ്ണമായ നിഗമനത്തിലേക്ക് സർക്കാർ എത്തുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്ന NIA-യിലേക്ക് ഈ കേസ് കൈമാറിയത്. ഇപ്പോൾ നിലവിൽ തന്നെ UAPA ചുമത്തിയിരിക്കുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ NIA-ക്ക് ഈ കേസ് ഏറ്റെടുക്കാൻ കഴിയും. NIA-ക്ക് കൈമാറുന്ന ഒരു തീരുമാനം ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയാണുള്ളത്. പക്ഷേ ഇപ്പോൾ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും ക്രൈംബ്രാഞ്ചും ഇപ്പോൾ നടത്തുന്ന അന്വേഷണമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഫോറൻസിക് സയൻസ് ലാബിന്റെ ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് പോലും ഈ ഇന്നലത്തെ ബോംബ് സ്ഫോടനത്തിൽ ചിതറിത്തെറിച്ചവരുടെ ശരീരഭാഗങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അത് എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇന്ന് രാവിലെയും FSLന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അതിനുശേഷം മാത്രമേ ഇതിൽ എന്ത് തരം സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഈ സ്ഫോടക വസ്തു എന്താണ് ഉപയോഗിച്ചത്? ഇത്രയും പ്രഹരശേഷിയോടുകൂടി ഇത്രയും വലിയ ഒരു റേഡിയസിൽ ഇങ്ങനെ ഒരു അപകടം, ഒരു സ്ഫോടനം ഉണ്ടാകണമെങ്കിൽ അത് ഒരു ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ആയിരിക്കും, IED ആയിരിക്കും ഉപയോഗിച്ചത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഡൽഹി പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണം ഭീകര സംഘടനകളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇന്നലെ തന്നെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഫരീദാബാദിൽ നിന്ന് പിടിച്ച ഈ 2 ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ അവിടെ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ 352 കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ, ഇവയെല്ലാം തന്നെ ഇപ്പോഴത്തെ ഈ സംഭവമായി, അതായത് ഈ ചെങ്കോട്ടയിലെ ഈ സംഭവമായി ഇതിന് ബന്ധമുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഡൽഹി പോലീസ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. അപ്പോൾ ഡോക്ടർ ഉമർ എന്ന് പറയുന്ന ആള് എങ്ങനെയാണ് ഫരീദാബാദിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ബദർപൂർ അതിർത്തി കഴിഞ്ഞിട്ടാണ്, ബദർപൂർ അതിർത്തി കടന്ന്, അതായത് ഡൽഹി ഹരിയാന അതിർത്തിയിലുള്ള ബദർപൂർ കഴിഞ്ഞ് കടന്നുകൊണ്ടാണ് ഈ കാർ ഓടിച്ച് ഉമർ ഇവിടെ എത്തിയത് എന്നുള്ളതാണ്. ഹരിയാന രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഹരിയാനയിലുള്ള ഉടമസ്ഥനെ കുറിച്ചുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. സൽമാൻ എന്ന് പറയുന്ന ഒരാളുടെ പേരിലുള്ള ഈ വണ്ടി വിറ്റതാണ്. അത് കൈമാറിയാണ് താരിഖ് എന്ന് പറയുന്ന പുൽവാമയിലുള്ള ഒരു ഡോക്ടർക്ക് നൽകുന്നു. താരിഖ് അത് ഉമറിന് നൽകി എന്നുള്ളതാണ്. ഇവരെല്ലാവരും തന്നെ ഒരു ശൃംഖലയുടെ ഭാഗമാണോ, ഒരു കണ്ണികളാണോ എന്നുള്ളതാണ് ഇനി ഡൽഹി പോലീസ് കണ്ടെത്തേണ്ടത്. അതായത് ഈ കാറ് കൈമാറുന്നു, കാറ് ചെങ്കോട്ടയിൽ വരുന്നു, ഇവിടെ പാർക്കിങ്ങിൽ ഇടുന്നു, 3 മണിക്കൂറോളം പാർക്കിങ്ങിൽ കിടന്ന ശേഷമാണ് ഈ വാഹനം പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ അവരുടെ ഒരു വിലയിരുത്തൽ ഡൽഹി പോലീസിന്റെ എന്ന് പറയുന്നത്, ഈ ഫരീദാബാദിലെ 2 പേരെ പിടികൂടുകയും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ അന്വേഷണം തന്നിലേക്കും വരുന്നു എന്നുള്ളൊരു സൂചന, ഒരു ഭയം ഉമറിനുണ്ടായിരിക്കണം. അപ്പോൾ അത് ഒരുപക്ഷെ ഈ ഒരു പരിഭ്രാന്തിയിലൂടെ ഉള്ളൊരു സ്ഫോടനത്തിലേക്ക് വഴിവെച്ചിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു സൂചന. മറ്റൊന്ന്, ഒരുപക്ഷെ ചാന്ദിനി ചൌക്ക് പോലുള്ള മേഖലകളിലേക്ക് കടന്നു കയറാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ റെഡ് ഫോർട്ടിന് മുന്നിലുള്ള ഈ ഗേറ്റ് നമ്പർ 1 മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ 1 മുന്നിൽ സ്ഫോടനം നടത്തുകയായിരിക്കാം എന്നുള്ളതാണ്. ഏതായാലും ഇതെല്ലാം തന്നെ ഇനി താരിഖ് അടക്കമുള്ളവർ കസ്റ്റഡിയിലുണ്ട് എന്ന് പറയപ്പെടുന്ന താരിഖ് അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യലിൽ നിന്നും മറ്റ് 2 പേരും അനന്തനാഗിൽ ജമ്മുകശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തുള്ളവരിൽ നിന്നുമാണ്. ഇതുവരെയായി 7 പേരാണ് കസ്റ്റഡിയിലുള്ളത് എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. 7ഓളം പേർ പല രീതിയിലുള്ള കുറേയധികം കാര്യങ്ങൾ ഇനിയും ബസന്തിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. ഇത് ഒരു ഇന്റലിജൻസ് വീഴ്ചയാണോ? കാരണം ഡൽഹി എന്ന് പറയുന്നത് അത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള, എല്ലായിടത്തും പരിശോധനകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇത്രയും, ഇപ്പോൾ ലാൽക്കില അവിടെയൊക്കെ എങ്ങനെയാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കളുമായി ഈ കാറിന് അതിലുള്ള വ്യക്തികൾക്ക് എത്താൻ കഴിയുന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ മുന്നിൽ. അതിലേക്ക് വരാം.